24 വർഷം നീണ്ടുനിന്ന സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ ഭരണത്തിന് വിമതർ അന്ത്യം കുറിച്ചിരുന്നു. സിറിയ വിട്ട അസദ് റഷ്യയിൽ അഭയം തേടിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഏകദേശം അരനൂറ്റാണ്ടിലേറെയായി സിറിയ അസദ് കുടുംബത്തിന്റെ നിയന്ത്രണത്തിലാണ്. റഷ്യ, ഇറാൻ തുടങ്ങിയ സഖ്യകക്ഷികളുടെ പിന്തുണയോടെയാണ് ബാഷർ അൽ അസദ് അടുത്ത അധികാരത്തിൽ വന്നത്. ഭരണകൂടത്തിന്റെ തകർച്ചയോടെ അസദിന്റെ സമ്പത്തിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ മുൻ പ്രസിഡന്റ് അഷ്റഫ് ഗനിക്ക് സമാനമായി വലിയൊരു തുകയുമായാണ് അസദ് രാജ്യം വിട്ടതെങ്കിൽ എത്ര തുക കൊണ്ടുപോകാൻ കഴിയും? അസദിന്റെ ആകെ ആസ്തി സംബന്ധിച്ചുള്ള വിവരങ്ങൾ അടുത്ത കാലത്ത് രഹസ്യമായാണ് സൂക്ഷിച്ചിരുന്നത്. എന്നാൽ അസദിന്റെ സ്വത്ത് വിവരം സംബന്ധിച്ചുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അസദ് കുടുംബത്തിന് 200 ടൺ സ്വർണശേഖരവും $16 ബില്യൺ $5 ബില്യൺ യൂറോയുമുണ്ടെന്ന് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ സ്ഥാപനമായ MI6 നിന്നുള്ള വിവരങ്ങൾ ഉദ്ധരിച്ച് സൗദി പത്രമായ എലാവ് റിപ്പോർട്ട് ചെയ്തു. ഇത് അടുത്ത 7 വർഷത്തേക്കുള്ള സിറിയയുടെ ദേശീയ ബജറ്റിന് തുല്യമാണെന്ന് 2023 പുറത്തിറങ്ങിയ റിപ്പോർട്ട് അവകാശപ്പെടുന്നു. 2022 US ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ അസദിന്റെ സമ്പത്ത് സംബന്ധിച്ച കൃത്യമായ വിവരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാഷർ അൽ അസദ്, ഭാര്യ അസ്മ അഖറാസ് അസദിന്റെയും വിവിധ കുടുംബാംഗങ്ങളുടെയും സാമ്പത്തിക വിവരങ്ങൾ റിപ്പോർട്ടിൽ ചേർത്തിട്ടുണ്ട്. അസദിന്റെ മക്കളായ ഹഫീസ്, സെയ്ൻ, കരീം എന്നിവരുടെ സ്വത്ത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അസദ് കുടുംബത്തിന്റെ ആസ്തി $1 ബില്യൺ $2 ബില്യൺ ഇടയിലാണെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കണക്കാക്കുന്നു. അതേസമയം ഈ കണക്ക് അവർ സ്ഥിരീകരിച്ചിട്ടില്ല. സിറിയയിലെ ഭൂരിഭാഗം സാമ്പത്തിക ഇടപാടുകളും അസദ് ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഇത് പുറത്തുനിന്നുള്ളവർക്ക് അവരുടെ സ്വത്ത് സംബന്ധിച്ച വിവരം പൂർണ്ണമായി കണക്കാക്കുന്നതിന് തടയിടുന്നു. ഓഫ്ഷോർ അക്കൗണ്ടുകൾ, റിയൽ എസ്റ്റേറ്റ്, ഷെൽ കമ്പനികൾ എന്നിവയിലാണ് അവരുടെ സ്വത്തിന്റെ ഭൂരിഭാഗവും ഉൾപ്പെട്ടിരിക്കുന്നത്. ഉപരോധങ്ങൾ തടയുന്നതിനും ഒഴിവാക്കുന്നതിനും തെറ്റായ പേരുകളാണ് ഇവയ്ക്ക് നൽകിയിരിക്കുന്നത്. നിയമാനുസൃതവും നിയമവിരുദ്ധവുമായ ഉറവിടങ്ങളിൽ നിന്നാണ് അസദ് കുടുംബത്തിന്റെ സമ്പത്ത് ഉൾക്കൊള്ളുന്നത്. കള്ളക്കടത്ത്, ആയുധ കച്ചവടം, മയക്കുമരുന്ന് കടത്ത്, കൊള്ളയടിക്കൽ തുടങ്ങിയ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു ഭാഗം വരുമാനം കണ്ടെത്തുന്നു. ഈ നിയമവിരുദ്ധ ഇടപാടുകളിൽ നിന്നുള്ള ലാഭം ഷെൽ കമ്പനികൾ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, ഭരണത്തിന് സാമ്പത്തിക ഉറവിടമാകുന്ന ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനകൾ ഉൾപ്പെടുന്ന സങ്കീർണമായ സ്ഥാപനങ്ങളിലൂടെ വെളുപ്പിക്കുന്നു. ബാഷർ അൽ അസദിന്റെ അടുത്ത കുടുംബത്തെ കൂടാതെ സമൂഹത്തിലെ മറ്റ് സ്വാധീനമുള്ള വ്യക്തികളും കുടുംബത്തിന്റെ സാമ്പത്തിക ശക്തിയിലേക്ക് സംഭാവന ചെയ്യുന്നു. അസദിന്റെ ബന്ധുക്കളായ ദുഅൽ ഹിമ ഷാലിഷ്, റിയാദ് ഷാലിഷ് എന്നിവരുൾപ്പെടുന്ന ഷാലിഷ് കുടുംബത്തിന് $1 ബില്യൺ സമ്പത്തുണ്ട്. സിറിയയിലെ ഏറ്റവും സമ്പന്നനും ഏറ്റവും സ്വാധീനമുള്ളതുമായ വ്യക്തികളിൽ ഒരാളാണ് റാമി മഖ്ലൂഫ്. ഇയാൾ അസദ് കുടുംബത്തിന്റെ സാമ്പത്തിക സാമ്രാജ്യത്തിലെ മറ്റൊരു പ്രധാന സ്രോതസ്സാണ്. ബാഷർ അൽ അസദിന്റെ അമ്മാവന്റെ മകനായ മഖ്ലൂഫാണ് സിറിയൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗം നിയന്ത്രിച്ചിരുന്നത്. എന്നിരുന്നാലും 2020 പ്രസിഡന്റ് അസദുമായി തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം മഖ്ലൂഫിന്റെ പല ബിസിനസ് പ്രവർത്തനങ്ങളും ഭരണകൂടം ഏറ്റെടുത്തു. ഇതൊക്കെയാണെങ്കിലും മഖ്ലൂഫിന്റെ കണക്കാക്കിയ സമ്പത്ത് $5 ബില്യൺ മുതൽ $10 ബില്യൺ വരെയാണ്. ഇത് അസദ് കുടുംബത്തിന്റെ ആസ്തികളിലേക്ക് കൂട്ടിച്ചേർത്തതായി വിശ്വസിക്കപ്പെടുന്നു.